നമസ്കാരം. അഡിക്ഷനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഡ്രഗ് അഡിക്ഷനോ അല്ല, ആൽക്കഹോൾ അഡിക്ഷനോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഷുഗർ, പഞ്ചസാരയോടുള്ള അഡിക്ഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പഞ്ചസാര അമിതമായി ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ ഡയബറ്റീസ് മാത്രമാണ് ഒരു അസുഖമായി വരുന്നതാണ് മിക്കപേരും ധരിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ അതല്ല. ക്യാൻസർ, ശരീരത്തിലുള്ള അധികമായ പഞ്ചസാരയാണ് ക്യാൻസറിന് കാരണം. കുട്ടികളിൽ ഇത് ADHD, ഒബിസിറ്റി എന്നിവ ഉണ്ടാക്കുന്നു. വയസ്സായവരിൽ അൽഷിമേഴ്സ്, ഗ്ലൂക്കോമ എന്നിവ ഉണ്ടാക്കുന്നു. അതുപോലെ പല്ലുകളിലെ കാവിറ്റി ആവട്ടെ, ഇൻസോംനിയ, എല്ലാത്തിനും കാരണം ഈ അമിതമായ പഞ്ചസാര തന്നെയാണ്. പിന്നെ നമ്മളുടെ പ്രായാധിക്യം തോന്നിക്കുക, സ്കിന്നിനടിയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പഞ്ചസാരയാണ് നമ്മളുടെ പ്രായാധിക്യത്തിന് പോലും, പ്രായം തോന്നിക്കുക, ഏജിങ്ങിന് പോലും ഒരു വലിയ പങ്ക് വഹിക്കുന്നത്. ഈ പഞ്ചസാര ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതം ഇതിലേറെ എത്രയോ ബെറ്ററാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ചായയോ ഒരു കാപ്പിയോ അല്ലേ ഉള്ളൂ, അത്രയേ ഞാൻ പഞ്ചസാര കഴിക്കാറുള്ളൂ എന്ന് മിക്കവരും പറയുന്നത് കേൾക്കാം. എങ്കിലും ആ ചായയോ കാപ്പിയോ അതിൽ നിന്നും പഞ്ചസാര ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരുപാട് ബെറ്ററാകും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പലഹാരങ്ങളിൽ പോലും പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ ശർക്കര, ഇതെല്ലാം ഉപയോഗിച്ചതുകൊണ്ട് വലിയ ഒരു വ്യത്യാസം വരാനില്ല. അതിന് പകരം നാച്ചുറൽ ഷുഗർ, അതായത് കോക്കനട്ട് പാം ഷുഗർ അല്ലെങ്കിൽ ഈന്തപ്പഴം, ഡേറ്റ്സ്, ഫിഗ്സ്, റൈസിൻസ്, ഇതെല്ലാം ഷുഗറിന് പകരമായി ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന് ശ്രമിച്ച് നോക്കൂ. ഈ പഞ്ചസാര ഒഴിവാക്കിയാൽ നമ്മളുടെ ജീവിതം ഏറെ ബെറ്ററാകും. നന്ദി, നമസ്കാരം.